you all are doing good and great and welcome to a get ready with me for a കല്യാണം. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഇന്ന്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങാൻ പോവാണ്. അധികം ടൈമില്ല, പക്ഷേ ഞാൻ വീഡിയോസ് എടുക്കാം. എനിക്ക് ഒരു സാധനം വീഡിയോ എടുക്കണം എന്ന് തോന്നിയപ്പോൾ എനിക്കത് വീഡിയോ എടുക്കണം, അങ്ങനെയാണ്. അപ്പം അതായിരിക്കും ഗെറ്റ് റെഡി വിത്ത് മീ. കുറേ സാധനം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് താങ്ങി കൊണ്ടുവന്ന് നിൽക്കണ കല്യാണം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും സാധനം താങ്ങി കൊണ്ടുവരില്ല, പക്ഷെ കല്യാണമാണ്, ഒരുങ്ങി പോകണം എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റും ആയിരിക്കും. അപ്പം ഞാൻ വേഗം പോയിട്ട് എൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഇതെല്ലാം ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി മേക്കപ്പ് ചെയ്യാം. ഇതിൽ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. വേറെ ഒന്നുമില്ല, എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അത് അധികം ഇട്ടിട്ടില്ല. മാക്സിമം ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. 1.5 വർഷത്തിന് 2 വർഷത്തിൻ്റെ അടുക്ക്, അല്ലാണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുത്തി പിടിച്ചിട്ട് ഈ ഡ്രസ്സ് തന്നെ തപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് റെഡി ആവട്ടെ. ഫ്രണ്ട്സൊക്കെ അങ്ങനെ മെസ്സേജ് ഇട്ട് എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷെ എനിക്ക് ഈ വീഡിയോ ഓൺ വോയിസ് ചെയ്യണോ വോയിസ് ഓവർ ചെയ്യണോ എന്ന് നല്ല രീതിക്ക് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ലൈക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈ സ്കിന്നിന് ഇത് അടിപൊളിയാണ്. ലൈക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒരു ഭയങ്കര അഫോർഡബിളിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു സാധനം പറയും. ഇതിൻ്റെ കുഞ്ഞ് ബോട്ടിൽ എനിക്ക് തോന്നുന്നു 20 രൂപ മുതൽ കുഞ്ഞു ബോട്ടിൽ മേടിക്കാൻ പറ്റും. ഈ ഒരു ബോട്ടിലിന് വരുന്നത് 120 രൂപയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ചെറുതും തീരെ ചെറുതൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇതിൻ്റെ സെക്ഷനിൽ പോയാൽ കുറേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ്. നല്ല കുഞ്ഞ് മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുഞ്ഞ് മേടിച്ചിട്ട് 20 രൂപേൻ്റെ ഒക്കെ മേടിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ എന്തായാലും വോയിസ് ഓവർ ചെയ്യാൻ പോകണം. എനിക്കിത് ഭയങ്കര മടിയാവുന്നുണ്ട് സംസാരിക്കാൻ. ഞാനാണെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് തല നനയ്ക്കേണ്ടി വന്ന്, പോണതിൻ്റെ കുറച്ച് നേരത്തെ മുന്നേ തല നനയ്ക്കേണ്ടി വരുന്നു. വീട്ടിൽ നോക്കിയിട്ട് ഡ്രയറും കാണില്ല. അങ്ങനെ ആകെ ഇടങ്ങാറായി. നനഞ്ഞ കോയിൻ്റെ പോലെ. ഞാൻ മുടി എനിക്ക് കെട്ടാൻ പറ്റൂലേ. ഞാനിപ്പോൾ മുടി എന്താ കാട്ടുക? മര്യാദക്ക് ഉണങ്ങിയിട്ടില്ലെങ്കിൽ മുടി നമുക്ക് എന്ത് ചെയ്താലും ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇനി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് കെട്ടി വെച്ചിട്ട് എൻ്റെ ബാക്കി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് ഫസ്റ്റ് മോയ്സ്ചറൈസർ ഞാൻ നേരത്തെ ഇട്ടല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോക്സ് സ്റ്റൈലിൻ്റെ ഈ സൺസ്ക്രീനാണ് ഇടുന്നത്. ഈ ഒരു സൺസ്ക്രീന് സ്കിന്നിന് കുറച്ച് ഗ്ലോ തരും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ പറയുന്നു, ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കാളും മാച്ച് ആവുന്നത് മേ ബി ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ സൺസ്ക്രീൻ മാച്ച് ആവും. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. കാരണം ഫേസ് കുറച്ച് അത് ഇടുമ്പം ഫേസ് എനിക്ക് കുറച്ച് ഡാർക്ക് ആകുന്ന പോലെ ഫീൽ ചെയ്തു. നെക്സ്റ്റ് വൺ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫേസ് സ്കാൻഡറിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. വേറെ ഒരു പ്രൈമർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് അധികം പ്രൈമറായിട്ട് യൂസ് ചെയ്യില്ല. എനിക്ക് ഗ്ലോ മേക്കപ്പ് ലുക്കൊക്കെ ആവശ്യം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. കുറേ ഒന്നുമില്ല, പക്ഷേ ഞാൻ കുറച്ച് ഓവറായിട്ട് ഇതും ഇട്ട് കൊടുക്കലില്ല. ഓവറായിട്ട് ഫേസ് ഗ്ലോ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഫേസിന് കുറേ ഗ്ലോ ആകുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. എപ്പോഴും ഒരു മാറ്റ് ലുക്കാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ അതിട്ടിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലിപ് ബാം അതിൻ്റെ ഇടയ്ക്ക് മറന്നു. അപ്പോൾ ഞാൻ ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം വിഷ് കെയറിൻ്റെ ഒരു ലിപ് ബാമാണ്. വിഷ് കെയറിൻ്റെ SPF 50 or 30 വരുന്നൊരു ലിപ് ബാമാണ്. അതെനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ലിപ് ബാം എന്ന് വെച്ചാൽ ഈ ഒരു ലിപ് ബാമാണ്. അങ്ങനെ അതും കൂടെ ഇട്ടിട്ട് പിന്നെ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഏത് മേക്കപ്പ് ചെയ്യും, എങ്ങനത്തെ മേക്കപ്പ് ചെയ്യും, ഫസ്റ്റ് എന്തിടും, ഓവറായിട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കൺസീലർ വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കൺസീലർ. ഏത് ഉറക്കത്തിൽ വന്നിട്ടും എന്നോട് ഒരാൾ അഫോർഡബിളായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കൺസീലർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിൻ്റെ ഈ കൺസീലർ ഞാൻ സജസ്റ്റ് ചെയ്യും. അത്രയും അടിപൊളിയാണ്. ആകെ 120-130 രൂപക്കൊക്കെ ഇപ്പം നൈക്കിയിൽ പിങ്ക് സെയിൽ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും ഈ ഒരു സാധനം. പിന്നെ അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കേണ്ടത് എൻ്റെ കയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കാം, പുതിയത് വാങ്ങാനായി എന്നൊക്കെ. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് പുതിയത് ഓർഡർ ചെയ്യണം, ഞാനും മറന്നിരിക്കുകയായിരുന്നു. അപ്പം അത് ഞാൻ നല്ലോണം ഇട്ടിട്ട് അതൊന്ന് മൊത്തത്തിൽ ഞാൻ നല്ലോണം ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ടിൻ്റ് എടുക്കുന്നുണ്ട്. ഇതും സ്വിസ് ബ്യൂട്ടിൻ്റെ ടിൻ്റാണ്. ബ്ലഷ് ടിൻ്റ് എന്നൊക്കെ പറയാം. ചീക്സിലും ലിപ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഐലെറ്റ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമി ടിൻ്റാണ്. ഇത് ഈ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു ബെറിലിഷ്യസ് ഷെയ്ഡിൻ്റെ പേര് തോന്നുന്നുണ്ട്. ഇതും അടിപൊളിയാണ്. ഭയങ്കര ക്രീമി ആയതുകൊണ്ട് ഹൈ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ടിൻ്റാണ് ഇത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കണ്ണിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ ഇടുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ ഞാൻ ഈ ടിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് കണ്ണ് എഴുതുന്നുണ്ട്. കണ്ണ് എനിക്ക് ഇങ്ങനെ നോക്കി എഴുതാൻ പറ്റത്തുണ്ട്. ഞാൻ അപ്പുറത്ത് പോയി കണ്ണ് എഴുതിയിട്ട് വന്നിട്ടോ. എൻ്റെ കുഞ്ഞിക്കണ്ണായതുകൊണ്ട് മര്യാദക്ക് ഉണങ്ങാണ്ട് എനിക്ക് കണ്ണ് മര്യാദക്ക് ഉറക്കാൻ പറ്റില്ല. അപ്പോഴത്തിന് നേരത്തെ മേലെ സ്പ്രെഡ് ആവും. പിന്നെ ആകെ പ്രശ്നമാവും. പിന്നെ ആകെ ഇടങ്ങേറിൻ്റെ ഔലുങ്കഞ്ഞായി പോകും ഞാൻ. പിന്നെ ഞാനൊരു ബ്യൂട്ടി ടിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫേസ് ടിൻ്റാണ്. ഞാൻ എപ്പോഴും തന്നെ യൂസ് ചെയ്യും. എൻ്റെ ഫേവറേറ്റ് എല്ലതും എൻ്റെ ഫേവറേറ്റാണ്. യൂസ് ചെയ്യുന്നൊക്കെ എൻ്റെ ഫേവറേറ്റിനായിരിക്കും. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഫൗണ്ടേഷൻ പോലെയല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ അനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളറിന് മാച്ച് ആയിട്ട് ഇത് വരും. ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പക്ക ഷെയ്ഡായിട്ട് വരും. കാരണം ഇവരെല്ലാം ആകെ 3 ഷെയ്ഡ്സ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് പിന്നെയും കുറച്ച്
മാച്ച് ആയിട്ടുള്ളൊരു സാധനം എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്ക് ഇതെത്തും അവസാനം. ഒരു വേറെ ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഒരിക്കലും തോന്നില്ല. അതേപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് ഈ സാധനം. പിന്നെ ബ്ലഷാണ്. എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പൗഡർ ബ്ലഷും പൗഡർ ഹൈലൈറ്ററിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ക്രീമായിട്ടുള്ള ഹൈലൈറ്ററും ബ്ലഷൊക്കെയാണ്. അപ്പോൾ ഈ ഹൈലൈറ്ററും ഞാൻ കുറച്ച് സ്ട്രോപ്പ് ക്രീമും കുറച്ച് ബ്ലഷും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബ്ലഷും സ്വിസ് ബ്യൂട്ടിൻ്റെ തന്നെയാണ്. സംഭവം അടിപൊളിയാണ്. വാവാണ് സാധനം. ഭയങ്കര എന്താ പറയുക, നമ്മളെ സ്കിന്നിന് ഭയങ്കര പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഈസിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. അങ്ങനെ ഞാനത് ജസ്റ്റ് ഇട്ടിട്ടൊന്ന് ഫുൾ ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. നല്ല നമുക്ക് എത്ര കുറേ നമ്മൾ ഇട്ടാലും, ഇപ്പം ഞാൻ ഇട്ടപ്പോൾ തന്നെ എൻ്റെ മുഖം അടിച്ച പോലെ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ബ്ലെൻഡാക്കും. ഫസ്റ്റ് ഒരു ബ്ലെൻഡിങ്ങിൽ മുഖം അടിച്ച പോലെ ഉണ്ടാവും. പക്ഷെ പിന്നെ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് സമാധാനത്തിൽ ബ്ലെൻഡാക്കിയാൽ നമുക്കൊരു നാച്ചുറൽ ബ്ലഷ് പോലെ ലുക്ക് തരും. എത്ര വേണേലും നമുക്ക് ബ്ലെൻഡാക്കാം. ഒട്ടും ചില സാധനങ്ങൾക്ക് നമ്മൾ ബ്ലെൻഡാക്കും, പെട്ടെന്ന് ബ്ലെൻഡാക്കാൻ കഴിയില്ല. നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇത് അങ്ങനെ ഇല്ല കേട്ടോ. സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടാൽ. അങ്ങനെ ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തു. പക്ഷെ എനിക്കിപ്പോൾ ബ്ലഷ് ഇടണം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ചിടുമ്പോൾ പ്രശ്നം കൂടി പോയോ, മുഖത്ത് അടിയിട്ട പോലെ ഉണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെയും ബ്ലെൻഡ് ചെയ്ത് ഞാനൊക്കെ മെല്ലെ ഒഴിവാക്കും. പിന്നെ അതിൻ്റെ മേലെ തന്നെ ഞാൻ കുറച്ച് ഹൈലൈറ്റർ, എൻ്റെ ഉള്ള ഹൈലൈറ്റർ പൗഡർ ഹൈലൈറ്ററാണ്. അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ സ്ട്രോപ്പ് ക്രീം തന്നെ ഹൈലൈറ്റർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ നോട്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഒരു ലൂസ് പൗഡർ കുറേ ഞാൻ തുറക്കാൻ വേണ്ടി നോക്കി. പഠിച്ചവനെ പണ്ടാറങ്ങാൻ സാധനം കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡർ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇത് നമ്മുടെ ഡെർമാക്കോൻ്റെ SPF 50 വരുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ്. സൺസ്ക്രീനും കൂടെ തന്നെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ മേലെ ലൂസ് പൗഡറിനൊക്കെ പകരമായിട്ട് ഈ ഒരു സാധനം ഇട്ട് കൊടുക്കാമെന്ന്. ഞാൻ കോമ്പാക്ട് പൗഡർ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ലൂസ് പൗഡർ ഞാൻ പുതിയ മേടിച്ചതാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ള നേരത്തൊന്നും ആ സാധനം തുറക്കാൻ കിട്ടില്ല. എനിക്ക് കുറേ മറിഞ്ഞ് കഴിയുമ്പോൾ തുറക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതവിടെ വെക്കും. അങ്ങനെ ഞാൻ ആ ഒരു ഡെർമാക്കോൻ്റെ കോമ്പാക്റ്റ് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത കൺഫ്യൂഷൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതിടും എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് ഞാൻ ഈ ഒരു മൂന്നും ഒരു കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ബ്രൗൺ ഷെയ്ഡ്സാണ്. അപ്പോൾ അതിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു കൈൻഡ് ഓഫ് പിങ്ക് ആൻഡ് ബ്രൗൺ മിക്സ് ചെയ്തിട്ടുള്ളൊരു ലിപ് കോംബോ ഉണ്ട്. ഇതൊരു ലാക്മീൻ്റെയും സ്വിസ് ബ്യൂട്ടിൻ്റെയും ലിപ് ലൈനറും ലിപ്സ്റ്റിക്കുമാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഈ ലിപ് ലൈനർ ഇട്ട് കൊടുത്തത് സ്വിസ് ബ്യൂട്ടിൻ്റെ ലിപ് ലൈനറാണ്. ഇതിന് വെറും 69 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നൈക്കയിൽ പോയി മേടിച്ചത് നിങ്ങൾക്ക് 62 രൂപ കിട്ടും നൈക്ക പിങ്ക് സൈഡിൽ. അങ്ങനെ ഞാൻ അതിട്ട് കൊടുത്തു. അത് ഞാൻ പറഞ്ഞിട്ടേ, ലിപ്സ്റ്റിക്ക് പോലെ തന്നെ യൂസ് ചെയ്യുക, അത്രയും അടിപൊളി കൺസിസ്റ്റൻസിയിലുള്ളൊരു ലിപ് ലൈനറാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിട്ടപ്പോൾ തന്നെ ഈ ഒരു ഷെയ്ഡ്, ഇത് ഷെറി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിട്ടപ്പോൾ തന്നെ ഈ ഷെയ്ഡ് എൻ്റെ ഫേസിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷെയ്ഡെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ബ്രൗണും മെറൂണൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിൻ്റെ മേലെ പിങ്ക് ഇടണ്ട, ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് തന്നെ നിന്നോട്ടെ, ഫേസിന് ഭംഗിയുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം ഇതാണ് മാഴ്സിൻ്റെ കോറസ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. മാഴ്സ് പോപ്പ് സ്റ്റാർ ലിപ്സ്റ്റിക്കിൽ പറ്റിയാണ് ഈ കോറസ് ഗേൾ. അങ്ങനെ അതൊന്നും ജസ്റ്റ് കുറേ ഒന്നും ഇട്ട് കൊടുക്കണില്ല. എൻ്റെ മറ്റേ ലിപ് ലൈനറിൻ്റെ ഷെയ്ഡ് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി ചുണ്ടിൽ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേലെ ഒരു സെറ്റിംഗ് സ്പ്രേ ഒരു ഫിറ്റിംഗ് സ്പ്രേ മേക്കപ്പ് ഫിക്സർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ഫേസ് സ്കാനറിൻ്റെ ആണ്. അപ്പോൾ അത് അടിച്ചപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ എന്താ പറയുക, അടിക്കും നമുക്കൊരു ഗ്ലോ ഉണ്ടാവുമല്ലോ, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ഫേസിലെ ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ടാസ്ക്, മുടി എന്ത് ചെയ്യുന്നുള്ളത്. എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുമായിരുന്നു. എന്ത് ചെയ്താലും ഇത് റെഡി ആവില്ല, കാരണം നനഞ്ഞിട്ടിരിക്കില്ല, മര്യാദക്ക് ഉണങ്ങിയിട്ടില്ല. ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ നാളെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ ഇന്ന് രാത്രി കുളിക്കും, അല്ലെങ്കിൽ ഇന്ന് തന്നെ രാവിലെ കുളിക്കും. തലേ ദിവസം ഫുൾ കുളിച്ചിട്ട് ഞാൻ മുടിയൊക്കെ ഉണക്കിയിട്ട് സെറ്റാക്കി വെക്കും. എപ്പോഴും നമ്മുടെ മുടി നമ്മൾ കുളിച്ച് സെറ്റായിട്ട് പിറ്റേ ദിവസമായിരിക്കും നമ്മുടെ മുടി ആ ഒരു സെറ്റായിട്ട് ഫുൾ ഒരു അടിപൊളി ഹെയർ ആയിട്ട് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ എനിക്കതില്ലല്ലോ, ഞാൻ നനച്ചിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ജസ്റ്റ് മുടി വാർന്നു. പിന്നെ ഞാൻ എൻ്റെ ഷോൾ എടുത്തിട്ടു. പിന്നെ ഞാൻ എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ കാണിച്ചതിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോ ജസ്റ്റ് ഒരു കുഞ്ഞെഡിറ്റ് ഞാൻ അപ്പുറത്ത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കണ്ടോക്ക്. അതിലെൻ്റെ എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് ഞാൻ പാട്ടൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഞാൻ ഇയറിങ്സ് ഇടാൻ വേണ്ടി നിന്ന്. ഈ ഇയറിങ്സ് ഞാൻ കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്ട് ഇയറിങ്സ്. ഞാൻ വേറെ കല്യാണത്തിന് മേടിച്ചത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ വലിയ ഇയറിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ ഒരു ഇയറിങ്സ് വെച്ചിട്ടാണ് ഞാനിത് പെയർ ചെയ്യണത്. പിന്നെ ഞാൻ മെയിനായിട്ടൊന്നുമില്ലൊരു സിമ്പിൾ മാല ഇട്ട് കൊടുക്കുന്നുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഹെയർ സ്റ്റൈൽ ഏത് ചെയ്യണം നോക്കാൻ വേണ്ടി നിന്ന്. അങ്ങനെ ഞാൻ
എപ്പോഴും എൻ്റെ ഒരു ഗോ ടു ഹെയർ സ്റ്റൈലാണ് നമ്മൾ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡിൽ നിന്നും പിടിച്ചിങ്ങനെ കെട്ടുക എന്നുള്ളത്. എൻ്റെ എന്താ പറയുക, ഞാൻ എവിടെ പോകുമ്പോൾ എന്ത് ചെയ്താലും ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. കോളേജൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു സംഭവമാണ് ഞാൻ ഇടാറ്. വേറെ ഒന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. കാരണം പിന്നെ എനിക്ക് എപ്പോഴും ക്ഷമ ഉണ്ടാവുമല്ലോ, എന്നെങ്കിൽ ഞാൻ ചെയ്താൽ നന്നാവില്ല. അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാൻ. പക്ഷേ അതിനുള്ള ക്ഷമ എനിക്കില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കെട്ടാമെന്ന് വിചാരിച്ച്. പക്ഷെ മുടി ശരിക്കും ഉണങ്ങാത്തതുകൊണ്ട് അങ്ങനെ കെട്ടിയിട്ടും ഒരു മെനയില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഇവിടെ ഒന്ന് പിടിച്ചപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ നോക്കിയപ്പോൾ ക്ലിപ്പില്ല. അങ്ങനെ ഞാൻ താഴെ ഓടിപ്പോയി ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്നപ്പം നേരത്തെ പിടിച്ച പിടുത്തം പോയി. പിന്നെ എത്ര നോക്കിയിട്ടും പിന്നെ ഞാൻ തല കുത്തി മറിഞ്ഞിട്ടും എനിക്ക് എത്ര കിട്ടിയിട്ടും ഇഷ്ടമാവുന്നില്ല. ഞാൻ നേരത്തെ കണ്ട സാധനം പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണല്ലോ നമ്മൾ വെറുതെ ചെയ്ത് നോക്കുമ്പോൾ ശരിയാവും, കാര്യത്തിൽ ചെയ്യുമ്പോൾ ശരിയാവില്ല. പിന്നെ എത്ര ചെയ്താലും ശരിയാവില്ല. അങ്ങനെ ഞാൻ പിന്നെ കുറേ നോക്കി, കുറേ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് സുബ്ഹാനേ എനിക്ക് സങ്കടമൊക്കെ വരുന്നു. നേരല്ല, കാരണം ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇറങ്ങിയോ എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറയില്ലടി മുടി കെട്ടിക്കൊണ്ടിരിക്കുക, മുടി കെട്ടിയിട്ട് റെഡി ആവേണ്ടതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് കരച്ചിലൊക്കെ വരാൻ തുടങ്ങിയില്ലേ. അങ്ങനെ പിന്നെ ഞാൻ എന്തൊക്കെയോ പിടിച്ചിട്ട് 2 സൈഡ് കെട്ടി. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ താജ് സൽവാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്ന് ചെയ്യിപ്പിച്ചാണ്, ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്. ഒരു ഡ്രസ് കോഡ് പോലെ ആയിട്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു പിങ്ക് കളറും പിന്നെ വെൽവെറ്റിലാണ് ഫുൾ വരുന്നത്. ഓർഗൻസ ഷോള്, വെൽവെറ്റ് തന്നെയാണ് പാൻറ്റിലും കുറച്ച് ഹാൻഡ് വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ സ്ലീവിലുമാണ് മെയിനായിട്ട് ഹാൻഡ് വർക്ക് വരുന്നത്. പിന്നെ ടോപ്പിൽ 2 സൈഡിലായിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ ചെയ്ത മേക്കപ്പ്. സിമ്പിളാണ്, പക്ഷേ എന്താ പറയുക, ഫങ്ഷനൊക്കെ നമ്മുടെ ഫേസിലൊരു കുഞ്ഞ് ഗ്ലോ ഈ ഒരു സിമ്പിൾ മേക്കപ്പ് തരും. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സൊക്കെ ഓൾമോസ്റ്റ് 99% എല്ലാം നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തു. ഗൈസ് എല്ലാവരും കല്യാണം കഴിഞ്ഞു. എടി ഉമ്മച്ചി